ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഇന്നീ ദിവസം ഈ ശുശ്രൂഷ വഴി നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ചില പൈശാചികമായ തിന്മകൾക്കെതിരെയുള്ള ഈ പടയോട്ടത്തിൽ ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നുപോയാലും നമ്മൾ സ്വീകരിക്കേണ്ട ചില പാഠങ്ങളെക്കുറിച്ചാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പൈശാചികമായ ചങ്ങലകളെ തകർക്കാനുള്ള ചില ആത്മീയ പാഠങ്ങളിലൂടെ നമുക്കിന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ കടന്നു പോകട്ടെ. നമുക്കറിയാം, നിത്യജീവൻ എന്നത് ദൈവത്തെ മുഖാഭിമുഖം കാണാനുള്ളൊരു കൃപയാണ്. പലപ്പോഴും ഈ മുഖാഭിമുഖം കാഴ്ചകളിലേക്ക് തടസ്സമായി നിൽക്കുന്ന ചില തിന്മയുടെ അവസ്ഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പൈശാചികമായ ചങ്ങലകളെ തകർത്തുകൊണ്ട് ദൈവികമായ ഒരു നിലപാടിൽ ജീവിച്ചുകൊണ്ട് ദൈവരാജ്യ വളർച്ചയിൽ നമ്മൾ സ്വന്തമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഇന്നത്തെ ശുശ്രൂഷ വഴി സമൃദ്ധമായിട്ടൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് എപ്രകാരം ചിന്തിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ആത്മീയ ചിന്തയിലെ ഒന്നാമത്തെ പാഠം. നമുക്ക് ചിന്തിക്കാം, ഒന്നാമതായിട്ട് ദൈവരാജ്യത്തെയും നരകരാജ്യത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലെ ബോധ്യം എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് യേശു കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് പറയുന്നത്. ഒന്ന് ദൈവരാജ്യം, ഒന്ന് നരകരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം. നരകരാജ്യം ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കാതെ തൻ്റെ ജീവിതത്തെ പാപത്തിലേക്ക് ഉപയോഗിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ അവസ്ഥ കടന്നു പോകുന്ന, നരകീയമായ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് സഭ നമ്മളെ എപ്പോഴും പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷകളിൽ എല്ലാം ഈശോ നമ്മളെ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് അവസാന 3 വർഷങ്ങളിലാണ്. ഈ അവസാന 3 വർഷം ലോകത്ത് എവിടെയും പോയി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഈശോ നമ്മളോട് പങ്കുവച്ചത് ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ തിന്മകളെ തകർക്കാനുള്ളത് നമ്മളെല്ലാം എപ്രകാരം ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ദൈവരാജ്യ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തെ പ്രകാരം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവരാജ്യ ചിന്തകളില്ല, മറിച്ച് ലോകത്തിൻ്റെതായും അല്ലെങ്കിൽ തിന്മയുടേതായ ചില ചിന്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം എന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത ഈ ദൈവരാജ്യ വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള ഈശോയുടെ നിലപാടുകളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം. രണ്ടാമതായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്ത വരുവാൻ കാരണം എന്താണ് ദൈവത്തിന്, ഈശോയ്ക്ക്? അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ദൈവാനുഭവം പകരാൻ സാത്താൻ്റെ പൈശാചികമായ നിലപാടുകൾക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ തിന്മയുടെ രാജ്യത്തിന് സാധ്യമല്ല. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുന്ന ഇടമാണ് ദൈവരാജ്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണ്. അങ്ങനെ ദൈവത്താൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച്, ഈശോ പങ്കുവെച്ച ദൈവരാജ്യത്തെക്കുറിച്ച് ഞാൻ എപ്രകാരം ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പൈശാചികമായ അല്ലെങ്കിൽ തിന്മയുടെ അരൂപികൾ നമ്മൾ ഒത്തിരി പീഡിപ്പിക്കാനും പാപം ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടാകും. ഇങ്ങനെ പറയാറുണ്ട്, നരകരാജ്യ അനുഭവത്തിലേക്ക് എങ്ങനെ മനുഷ്യൻ കടന്നു പോകുന്നു. പറുദീസായിലെ ആദ്യ പാപം മൂലം മനുഷ്യ മക്കൾ സ്ഥിതി തീരുന്നതിന്, അവരുടെ ജീവിതം തകരുന്നതിന് വേണ്ടി പറുദീസായിലെ ആ പാപത്തിൻ്റെ അവസ്ഥ കടന്നു വന്നു. എന്നാൽ അത് എന്നേക്കുമായി നിലനിന്നു എന്നല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് പിന്നീട് തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തു വഴി ആ പറുദീസയിലെ പാപത്തിന് പരിഹാരം ചെയ്യപ്പെട്ടു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ കാരണത്തിലേക്ക് ചിന്തിക്കാം. എന്താണ് ഈ കാലഘട്ടത്തിൽ പൈശാചികമായ പീഡകൾ, തിന്മകൾ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ ദൈവം നമ്മുടെ മുന്നിൽ പങ്കുവെക്കുന്നത്? ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് എപ്രകാരമാണ് പ്രസംഗിക്കപ്പെടുന്നത്?
ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോഴാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. അതുവരെ സ്നാപക യോഹന്നാൻ ഈ ലോകത്ത് ദൈവവചനം പഠിപ്പിച്ചത് മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് സ്നാപക യോഹന്നാൻ ഈ ലോകം മുഴുവൻ പോയി പങ്കുവെക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ച ആ കാലഘട്ടത്തിലാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ഈശോ ആരംഭിക്കുന്നത് തന്നെയാണ് മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാന്റെ വാക്കുകളും ദൈവപുത്രനായ യേശു ക്രിസ്തുവും ഒരു കാര്യം മാത്രമാണ് നമ്മളോട് പങ്കുവച്ചത്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈശോയുടെ ഏറ്റവും വലിയൊരു ടീച്ചിങ് അല്ലെങ്കിൽ പഠന രീതി ഉപമകളായിരുന്നു. ഏറ്റവും നിസ്സാരമായ രീതിയിൽ വചനത്തെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈശോ. അതുകൊണ്ട് ഈശോയുടെ ഉപമകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈശോയുടെ ഉപമകളെല്ലാം തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളായിരുന്നു. നമുക്കതിൽ ചില ഉപമകളൊന്ന് ചിന്തിക്കാം. ഒന്ന്, വിതക്കാരൻ്റെ ഉപമ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്തുകൾ പലയിടങ്ങളിൽ വീണു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നല്ല നിലങ്ങളാകണമെന്ന് ദൈവം ആ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വിത്തുകളുടെ ഉപമയാണ്. പലതരം വിത്തുകൾ വിതയ്ക്കപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ കളകളുടെ ഉപമ. കളകൾ നമുക്കറിയാം, കളകൾ കയറി നല്ലതിനെ നശിപ്പിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ പുളിമാവിൻ്റെ ഉപമ. ഒരു തുള്ളി പുളിമാവ് അനേകം വസ്തുവിനെ പുളിപ്പുള്ളതാക്കി മാറ്റുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുളിമാവാണെന്ന് ഈശോ തൻ്റെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈശോ താലന്തിൻ്റെ ഉപമ പഠിപ്പിക്കുന്നുണ്ട്. കിട്ടിയതിൽ ആരാണ് നിക്ഷേപിച്ചത്, കിട്ടിയ കഴിവുകളെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചവരാരാണെന്ന് പഠിപ്പിക്കുന്ന ഉപമയാണ്. ഇതുപോലെ കാര്യസ്ഥൻ്റെ ഉപമ. തൻ്റെ ശിഷ്യർക്ക് ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോൾ കാര്യസ്ഥൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം അത് വർദ്ധിപ്പിച്ചു എന്ന് ചോദിക്കുന്ന ഉപമ. അതുപോലെ വിവാഹ വിരുന്നിൻ്റെ ഉപമ. ഈ എല്ലാ ഉപമകളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം സാമ്പത്തിക ലാഭങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമല്ല, മറിച്ച് ദൈവരാജ്യം. അതുകൊണ്ട് ഈശോയുടെ എല്ലാ സുവിശേഷ വചന പ്രഘോഷണങ്ങളുടെയും അടിസ്ഥാന കാതൽ അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് ദൈവരാജ്യമായിരുന്നു. സ്നേഹമുള്ളവർ, ഈ കാലഘട്ടത്തിൽ നമ്മിലുള്ള തിന്മയുടെ അരൂപികൾ വിട്ടുപോകാൻ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്തു ചെയ്തുവെന്ന് ചിന്തിക്കുന്നതായിരിക്കും. അതാണ് ഒന്നാമത്തെ ഘട്ടം. തിന്മ വിട്ടുപോകണമെങ്കിൽ ദൈവരാജ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരും ദൈവരാജ്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരിൽ നിന്നാണ് തിന്മ വിട്ടൊഴിഞ്ഞു പോവുക. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ഈശോയുടെ സുവിശേഷ പരസ്യ ജീവിതത്തിൻ്റെ സുവിശേഷ ജീവിതം എന്താണെന്നാണ് മത്തായി സുവിശേഷകൻ 9-ാം അധ്യായം 35-ാം വാക്യം പറയുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ വചനം പ്രസംഗിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. ദൈവവചനത്തെ യഹൂദരുടെ ഇടയിൽ പങ്കുവെക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. ആ സിനഗോഗുകളിൽ എന്നും ഈശോ പഠിപ്പിച്ചു. എന്താണ് ഈശോ പഠിപ്പിച്ചത്? രാജ്യത്തിൻ്റെ സുവിശേഷം. ഏത്? ദൈവരാജ്യം, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷമാണ് ഈശോ പഠിപ്പിച്ചത്. ഈ ലോകരാജ്യത്തിൻ്റെ സുവിശേഷം ഈശോയുടെ അതിരങ്ങളിൽ നിന്ന് ഒരിക്കലും പുറപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെ സമ്പത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ വന്നതുപോലും ദൈവരാജ്യത്തെക്കുറിച്ച് പങ്കുവെക്കാനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസി എന്ന നിലയ്ക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ഞാൻ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവരാജ്യത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടു? നമ്മളെല്ലാം വലിയ വലിയ മാളികകൾ കെട്ടി നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഒരു സേഫായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ചോദിക്കുക, നീ ദൈവരാജ്യത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി ഏത് ഭവനമാണ് പണിതിരിക്കുന്നത്? സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, പ്രത്യാശയുടെ ഭവനം നിനക്ക് ദൈവരാജ്യത്തിൽ പണിയാൻ സാധിച്ചിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, കുരിശുമരണത്തിന് ഈശോയുടെ ദൈവവചനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള 40 ദിവസം യേശു എന്താണ് പറഞ്ഞത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 3-ാം വാക്യം, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാണ് ദൈവവചനം പറയണേ. അപ്പോൾ ആ 40 ദിവസം ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള ആ 40 ദിവസം യേശു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട്
പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യേശു ജനിച്ച് ഈ ലോകത്ത് വളർന്ന് പരസ്യ ജീവിതത്തിലും ഈശോ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പും യേശു പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ഏത് രാജ്യത്തെക്കുറിച്ചാണ് ഈ ലോകത്തിന് മുന്നിൽ പ്രസംഗിക്കുന്നത്? ഏത് രാജ്യത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്താഗതി? ഏത് രാജ്യത്തെക്കുറിച്ചാണ് നമ്മുടെ മനോഗതികൾ? സ്നേഹമുള്ളവരെ, ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് അറിയേണ്ടെന്നല്ല, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടെന്നല്ല, മറിച്ച് എൻ്റെ മരണശേഷം നിത്യകാലത്തേക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നിന്റെ ജീവിതത്തെ ഒരിക്കലും നിനക്ക് നേടിയെടുക്കാൻ പറ്റില്ലെന്ന് ദൈവവചനം നമുക്ക് സാക്ഷ്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എപ്പോഴും പറയാറുണ്ട്, യേശുവിൻ്റെ മെയിൻ സബ്ജക്റ്റ് നമുക്കറിയാം ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. യേശു ഈ ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച്. ഇനി ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. വരാനിരിക്കുന്ന ലോകത്വത്തിൻ്റെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ കഷ്ടതകൾ തുലവും നിസ്സാരമാണെന്ന് ഈശോ നമ്മുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നത് വേറെ ഒന്നുമല്ല, മഹത്വമാണ് ദൈവരാജ്യം. അതുകൊണ്ട് കഷ്ടതകൾക്ക് മഹത്വത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അതിനെ നേരിടാനും അതിനെ കീഴടക്കാനും നമുക്ക് സാധിക്കും. ഞാൻ ഒന്നാമത്തെ കാരണമാണ് പറഞ്ഞത്, ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറവുകൾ അവരെ പലപ്പോഴും തകർത്ത് കളയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിന്മ കടന്നു വരുന്നത് നമ്മളെ തകർത്ത് കളയുന്ന രണ്ടാമത്തെ കാരണമാണ് പിശാചിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ഒരു ആധിപത്യത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മ. പിശാചിനെ കുറിച്ച് ഒത്തിരി ചിന്തിക്കണമെന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച്, പിശാചി ലോകത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായിട്ട് ഈശോ പരിചയപ്പെടുത്തിയത് മനുഷ്യരെ അല്ല, ഈശോ പരിചയപ്പെടുത്തിയത് പിശാചിനെയാണ്. ഈശോ ദൈവരാജ്യത്തിൻ്റെ ശത്രുവായിട്ട് പീലാത്തോസിനെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഹേരോദേസിനെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഈശോ ദൈവരാജ്യത്തിൻ്റെ ശത്രുവായിട്ട് പരിചയപ്പെടുത്തിയത് പിശാചിനെയാണ്. നമുക്കൊരു ശത്രുവേ ഉള്ളൂ സ്നേഹമുള്ളവരെ, അത് പിശാചാണ്. നമ്മുടെ സഹോദരങ്ങൾ ഒരു ശത്രുവല്ല. നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് സമൂഹത്തിൽപ്പെട്ടവനായാലും അവനല്ല നമ്മുടെ ശത്രു. അവനിലൂടെയോ അല്ലെങ്കിൽ ലോകത്തിലൂടെയോ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്ന, ആരും അറിയാതെ അവനിലും ഈ ലോകത്തിലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തിന്മയുടെ അരൂപിയാണ് നമ്മുടെ ശത്രുവെന്ന് തിരിച്ചറിയുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. അവൻ്റെ കുടിലതന്ത്രങ്ങൾ, അവൻ്റെ വലയങ്ങൾ, അതിൽ നീ വീണു പോകരുത്. അതുകൊണ്ട് അവൻ്റെ നരകരാജ്യത്തിൽ കുറ്റി നമ്മൾ ചിന്തിക്കണം. പിശാചിനൊരു രാജ്യമുണ്ട്, നരകരാജ്യം. അതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക എന്നതാണ് അവൻ്റെ പദ്ധതി. കാരണം ഓപ്പോസിറ്റായി നിൽക്കുന്ന, കൃപയുടെ ഭവനമായി നിൽക്കുന്ന ദൈവരാജ്യത്തെ തള്ളിക്കളഞ്ഞ് പിശാചിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയെന്ന്. ഇതിനെയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ തോൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ പ്രത്യേകത, അശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ദൈവാത്മാവിന് ഒരു പ്രത്യേകത ഉണ്ട്. ദൈവാത്മാവിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മിൽ അശുദ്ധാത്മാവാണെങ്കിൽ അശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ആ വ്യക്തിയെയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരെയും നരകരാജ്യത്തിലേക്ക് കൊണ്ടുപോകുക. ഈ രണ്ട് ആത്മാക്കളെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. ഞാൻ ദൈവാത്മാവിനാൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിഗൂഢ കാര്യങ്ങൾ പോലും ദൈവം അറിഞ്ഞിരിക്കുന്നു എന്ന ചിന്തയോടെ, വിശുദ്ധിയോടെ ജീവിക്കും. നമുക്ക് നോക്കാം. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 28-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഈ ഒരു വചനഭാഗം വളരെ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ളൊരു വചനമാണ്. പ്രത്യേകിച്ച് യഹൂദര് ഈശോയുടെ മുന്നിൽ പറയുന്നത്, നീ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലേ ഇവരേക്കും പുറത്താക്കണേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാൻ ദൈവാത്മാവിനാലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. യഥാർത്ഥത്തിൽ പിശാചിനെതിരെ യുദ്ധം ചെയ്യില്ലെന്ന് ആ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ ദൈവാത്മാവുണ്ടെങ്കിലേ ഈ തിന്മയെ നമുക്ക് പോരാടി ജയിക്കാൻ പറ്റുള്ളൂ സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഞാൻ ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നത്? അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണോ? എനിക്ക് കോപമുണ്ട്, വിദ്വേഷമുണ്ട്, തകർച്ചകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഒരിക്കലും നന്നാക്കാനായിട്ട് ആഗ്രഹിക്കാത്ത അസൂയ എൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. ദൈവാത്മാവുള്ളവർ ദൈവത്തെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും, ദൈവത്തെ പങ്കുവെക്കാനായിട്ടായിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, സാത്താൻ്റെ രാജ്യം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഒരിക്കലും ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നരകരാജ്യം.
നമ്മൾ ചിന്തിക്കുക, ദൈവരാജ്യത്തിന് എന്നും എപ്പോഴും ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, നിലനിൽപ്പുണ്ട്. എന്നാൽ പൈശാചികമായ ഇതിന് ഒരിക്കലും നിലനിൽപ്പില്ല. ഒരു പുരോഹിതൻ ബന്ധിച്ചാൽ, ഒരു പുരോഹിതൻ വെഞ്ചരിച്ചാൽ നിന്റെ കുടുംബത്തിൻ്റെ മേലുള്ള അരൂപി, അതിൻ്റെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും. എന്നാൽ നിന്നിൽ പാപം ഉണ്ടെങ്കിൽ എത്ര വെഞ്ചരിക്കപ്പെട്ടാലും ആ ദേവാലയത്തിലെ അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് പിശാച് കടന്നു വരും നിന്നിലൂടെയാണെന്ന് തിരിച്ചറിയുക. പലപ്പോഴും മനുഷ്യരിന്ന് എത്ര വെഞ്ചരിക്കപ്പെട്ടിട്ടും അത് മനസ്സിലാകാതെ കടന്നു പോകുന്നുണ്ട്. അത് കാരണം അവനിലുള്ള തിന്മയാണ് പലപ്പോഴും ആ ഒരു അന്തരീക്ഷത്തെ പിന്നെയും തിന്മയുടെ അരൂപിയിലേക്ക് കൊണ്ടുപോകുന്നെന്ന തിരിച്ചറിവ് പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 550 ഖണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യത്തിൻ്റെ ആഗമനം പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പരാജയമാണ്. അപ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയാൽ പിശാചിൻ്റെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊരു നിലനിൽപ്പില്ലാത്തൊരു രാജ്യമാണ് പിശാചിൻ്റെ രാജ്യം, അല്ലെങ്കിൽ നരകരാജ്യം. ഇതിനെ തകർക്കാൻ ദൈവമക്കളായ നമ്മൾ ചെയ്യേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ച് പറയണം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. എൻ്റെ കുടുംബം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ നിന്റെ കുടുംബത്തിൽ പിശാചിൻ്റെ രാജ്യത്തിന് ഒരിക്കലും ഒരു നിലനിൽപ്പുണ്ടാകില്ലെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 550 ഖണ്ഡിക നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആർക്കും ഒഴിവുകഴിവില്ല ഈ പോരാട്ടത്തിൽ. അത് വൈദികനായാലും സന്യാസി ആയാലും സന്യാസിനി ആയാലും അതുപോലെ ഒരു അൽമായ സുഹൃത്തായാലും കുഞ്ഞായാലും യുവജനമായാലും കുടുംബജീവൻ നയിക്കുന്നവരായാലും ഏകസ്ഥ ജീവിതം നയിക്കുന്നവരാരും ആയിക്കോട്ടെ, ഈ ഒരു പോരാട്ടം നമ്മുടെ ഉള്ളിലുണ്ടാകും. എങ്ങനെ ഈ പോരാട്ടത്തെ നമ്മൾ നേരിടും? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് തന്നെയാണ്. യേശു പറയുന്നുണ്ട്, ദൈവരാജ്യത്തെക്കുറിച്ച് ഈ ഭൂമിയിലെ അടയാളം തിരുസഭയാണ്. അപ്പോൾ സഭ സ്ഥാപിക്കപ്പെട്ടത് ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ്. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന തിരുസഭ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കാണാൻ പോകുന്ന സഭയാണ്. അവിടെ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, എല്ലാവരും വിശുദ്ധരായിരിക്കും ദൈവരാജ്യത്തെന്ന്. എന്നാൽ അവർ വ്യത്യസ്ത വിളിയിലൂടെ ദൈവരാജ്യത്തിലേക്ക് എത്തിയവരാണ്. ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ തിരുസഭ ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ്. ഈ സഭയെ സ്നേഹിച്ച് ഈ സഭയിലുള്ള വിശുദ്ധരുടെ കൂട്ടായ്മ ചേർന്ന് നിന്ന്, അശുദ്ധരുടെ അല്ല വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ചേർന്ന് നിന്ന് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഈ സ്വർഗത്തെ കണ്ട് തിരിച്ച് നമ്മൾ നിത്യജീവനിലൂടെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ പോകുന്നത് ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനം പറയുന്നത്. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇത് ഈശോയുടെ മുന്നിലെ പത്രോസ് ഏറ്റുപറഞ്ഞു. പത്രോസ് ഏറ്റുപറഞ്ഞു ഇങ്ങനെയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് പത്രോസാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, മോനെ, ഇത് നിന്റെ ശരീരത്തിൻ്റെ രക്തമോ അല്ലെങ്കിൽ നിന്റെ ബുദ്ധിയോ കഴിവോ ഒന്നല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. കാരണം എന്താ? ഇത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം നിന്റെ ഉള്ളിൽ ദൈവം തന്നു കഴിഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുവൻ ചിന്തിക്കുമ്പോൾ അവന് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം കിട്ടും. എന്നിട്ട് പറയാണ്, പത്രോസെ, നീ ഒരു പാറയാ, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി വേണം. ഇത് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ പത്രോസിനെ പോലെ ദൈവരാജ്യത്തെക്കുറിച്ചൊരു തീഷ്ണതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോ എന്നോട് പറയും, അച്ഛനൊരു പാറയാ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ ഇനി പിടിച്ചു നിർത്തും. ഇതുപോലെ സഭയെ പിടിച്ചു നിർത്താൻ കൂട്ടായ്മയിലൂടെ നമ്മളെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ നയിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് അന്ത്യത്താഴ വേളയിൽ ഈശോ ശിമയോന് മറുപടി നൽകുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് പത്രോസ് പോലും വീണു പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തെക്കുറിച്ച് തീഷ്ണതയുള്ള പത്രോസ് വീണു പോകുന്നുണ്ട്. അതുകൊണ്ട് അന്ത്യത്താഴ വേളയിൽ ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 32 വരെ. ശിമയോനെ, ശിമയോനെ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിരിക്കുന്നു. ഈശോ പറയാ, ശിമയോനെ, നിന്നെ സാത്താൻ ഉദ്യമിച്ചിരിക്കുക. എന്തിന്? ഗോതമ്പ് പോലെ പാറ്റാൻ. എന്തിന്? പാപം ചെയ്യാൻ. നീ ദൈവരാജ്യത്തിനെതിരെ നുണ പറയാൻ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് യേശു ആ തീ കായുന്ന സ്ത്രീയുടെ മുന്നിൽ യേശുവിനെ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞത് പത്രോസാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ പത്രോസിനെയാണ് ദൈവം പിന്നീട് ഉയർത്തുന്നത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഗെത്സമേൻ തോട്ടത്തിൽ 1 മണിക്കൂർ പോലും ഗുരുവിനോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ഈശോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ദൈവവചനം കാണുന്നുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ ആക്രമണങ്ങളിൽ ദയനീയമായി നമ്മൾ നിലംപരിശാകരുത്, നരകരാജ്യത്തിലേക്ക് നമ്മൾ വീണു പോകരുത്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.
പിന്നീട് സഭയുടെ തലവനായപ്പോൾ പത്രോസ് പറയുന്നൊരു പ്രസംഗമുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 8 മുതൽ 9 വരെ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആനെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങും നിങ്ങൾ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെടുകയും അറിയുകയും. അപ്പോൾ പത്രോസ് പഠിപ്പിക്കുകയാണ്. പത്രോസിനോട് ഈശോ പറഞ്ഞു, നിന്നെ ഒരു ഗോതമ്പ് പോലെ പാറ്റാൻ പിശാച് നോക്കുന്നു. പത്രോസ് തൻ്റെ ജീവിതം ആരംഭിച്ച് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ നശിപ്പിക്കാൻ നോക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളോട് ഈശോ പറയുന്നത് ഈ ഒരു കാരണമാണ്, ഈ ഒരു കൃപയാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ പിശാചിന് ശരിക്കൊരു പരാജയം ഉണ്ടാകുന്നുണ്ട്. ആദ്യം ബൈബിൾ ആരംഭിക്കുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ 7 വരെ പിശാചിൻ്റെ മുന്നിൽ ആദ്യ മാതാപിതാക്കൾ, ആദ്യ സൃഷ്ടികൾ പരാജയപ്പെടുന്നതാണ് ഉൽപ്പത്തിയുടെ ആദ്യ വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആദ്യ വചനങ്ങൾ ആരംഭിക്കുന്നത് മരുഭൂമിയിലെ പരീക്ഷയിൽ ക്രിസ്തുവിൻ്റെ മുന്നിൽ പിശാച് പരാജയപ്പെടുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം വരുമ്പോൾ പിശാച് പരാജയപ്പെടും. ആദ്യ പുസ്തകത്തിൽ പിശാച് മനുഷ്യനെ പരാജയപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം പിശാചിനെ പരാജയപ്പെടുത്തുന്ന കഥയാണ് പറയുന്നത്. പിന്നീട് വെളിപാടിന്റെ പുസ്തകം, അവസാന പുസ്തകത്തിന്റെ അവസാനം നമ്മളോട് പങ്കുവയ്ക്കുന്നത് റെവലേഷൻ 20:10, വെളിപാട് 20:10 വചനം പറയാണ്: അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം നമ്മളോട് പറയും, നിത്യകാലത്തേക്ക് ഈ തിന്മയുടെ അരൂപി എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെടുന്ന കാലം വരുന്നു. അതാരാണ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നത്, അവരുടെ ജീവിതമാണ് ഈ തിന്മയെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, 2014 ഏപ്രിൽ 11 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രഭാതത്തിൽ ഒരു വിചിന്തനം പങ്കുവെച്ചു ദൈവജനത്തോട്. അതിപ്രകാരമായിരുന്നു: പിശാച് എന്നത് മക്കളെ ഒരു പഴങ്കഥയല്ല. പിശാച് എന്നത് ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ പിശാചുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ സുവിശേഷത്തിൻ്റെ താളുകളിൽ നിന്ന് നാം പഠിക്കണം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്താണ് പിശാചുണ്ട്, അവൻ്റെ വ്യാജ മാർഗങ്ങളെ തകർക്കാനുള്ള വചനങ്ങൾ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ജീവിതത്തെ ശക്തിപ്പെടുത്തണം. നമുക്ക് ഈ ദൈവരാജ്യത്തിൽ ഈ പാഠങ്ങൾ സ്വന്തമാക്കാം. ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. യേശു പറഞ്ഞ പിശാചിനെ തകർക്കാനുള്ള എല്ലാ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് ഈ പാഠങ്ങൾ മുദ്ര വെച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ ദൈവവചനം കേട്ട ഈ ദൈവജനത്തെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ മുദ്ര വയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.